പട്ടാപ്പകൽ വീട് കുത്തി തുറന്നു. ഇവിടെ രാവിലെ തന്നെ 2 ഡോറും തുറന്നെടുപ്പുണ്ട്. ആർക്കും കുത്തി തുറക്കണ്ട, വന്ന് കയറിയാ മതി. പാലുമുട്ട നിനക്ക് ആരും കൊണ്ടുവരും? അതിനിവിടെ ആരുമില്ല. ഒച്ചേ എനിക്കെങ്ങനെ അറിയാം? രാവിലെ ചായ പോലും കിട്ടിയില്ല. 2 വാതിലും തുറന്നിട്ടിട്ടുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. പത്രവും വായിക്കാൻ, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ചെയ്യാം. ഇവിടെ വേറെ പണികൾ ചെയ്യാൻ ആളില്ലല്ലോ. അപ്പൊ 2 in 1. എന്തായാലും കൊള്ളാം. മക്കളെ ഇത് ആ ചട്ടിയിലോട്ട് എണ്ണിട്ടാണ്. ചോദിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? നീ ഇപ്പൊ വന്നില്ലേ? നിനക്ക് ഒഴിച്ചൂടെ? എല്ലാം കൊള്ളാം. എടേ ഓടാൻ പോയിരുന്നാണ് കേട്ടോ 2 കൂടി. അച്ഛാ ഞങ്ങൾ 8 കിലോമീറ്റർ ഓടി. നാളെ 10 കിലോമീറ്റർ ഓടണം അല്ലേ അമ്മ? ഒരു 12 വരെ പിടിക്കടി. കിലോമീറ്ററാ? എന്ത്, നിനക്ക് മാത്രമേ 12 കിലോമീറ്റർ ഓടാവോ? ഞങ്ങൾക്കൊന്നും ഓടിക്കൂടെ? പക്ഷെ ഒരു കാര്യം, ഓടിക്കോ 10ഓ 12ഓ, അവസാനം വയ്യായിക വന്ന് കിടക്കല്ല്. കിടപ്പിലായാലും സാരമില്ല, പക്ഷെ ഇനി പരിഹാസം കേൾക്കാൻ വയ്യ. നോക്കിക്കോ രവിയേട്ടാ, ഞാനേ 1 മാസത്തില് 10 കിലോ കുറച്ചിരിക്കും. ഞാൻ ഞെട്ടും. രവിയേട്ടാ, നാളെ മുതലേ ബാങ്കിൽ പോകാൻ നേരത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റേ തരുള്ളൂ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതി. 12 കിലോമീറ്റർ ഓടുമ്പോഴേ ഉച്ചയാവും. പിന്നെ എങ്ങനെയാണ് ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കണത്? ഡേ, മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയാലോ, വാ കഴിക്കാം. പ്രോട്ടീൻ. യെസ്. ചവച്ച് ചവച്ച് തിന്ന് വിഴുങ്ങാതെ. ഞാൻ തിന്നാ. മഞ്ഞ മാറ്റി വെച്ചില്ലേ നീ? കഴിച്ചൂടാ. മുട്ടയുടെ വെള്ളം എത്ര വേണമെങ്കിലും കഴിക്കാം. ചേച്ചി ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഞാന് 3 മുട്ട കഴിച്ചു. ഇനി മതി. എനിക്ക് കഴിക്കണമെന്നുണ്ട്, വയറ് സമ്മതിക്കില്ല. ഗ്രീൻ ടീയും കൂടെ വേണമായിരുന്നല്ലേ? പിന്നെ വേണം വേണം വേണം. നോക്കിടാ രവിയേട്ടാ, ഉച്ചക്കേ ചോറ് വേണോ? ചപ്പാത്തി വരെ? ഒരു പിടി ചോറ് ഉച്ചക്ക് കൊണ്ടുണ്ടെങ്കിൽ. പിന്നെ ഈ അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അരിയാകുമ്പോൾ കുറച്ച് തിന്നണം, പക്ഷെ കറികൾ കൂടുതൽ കഴിക്കണം. അതൊക്കെ അറിയാം, പക്ഷെ ചോറും കറിയൊക്കെ മുന്നിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാതെ തിന്നു. അത് കൺട്രോൾ ചെയ്യണം. അതിനൊരു കൺട്രോളിങ് പവർ വേണം. നടക്കൂല. ഡയറ്റ് രാജകുമാരില്ലേ, അവള് നല്ല മീൻ പൊരിച്ചത് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പറ ചോറില്ല. ബാങ്കിൽ നിന്ന് വരുമ്പോ ചീര വാങ്ങിച്ചോണ്ട് വരണം. ചീരയും കീരയൊക്കെ ഒന്ന് തന്നെ. ചോപ്പായാലും പച്ചയായാലും ഏതായാലും കുഴപ്പമില്ല. അച്ഛാ, കൊണ്ടയോടെ ഉയരത്തിൽ കെട്ടി തൂക്കിയിട്, 2ഉം കൂടി വലിഞ്ഞു കഴിച്ചോളും. അങ്ങനെ കഴുത്തിനൊക്കെ നീളം വെക്കട്ടെ. പൊക്കം വെക്കണ്ടേ? അതുണ്ടാവൂല. ഞങ്ങൾ ആടും മാടും ഒക്കെ അഴിച്ചു ഇങ്ങനെ കറച്ച് പറിച്ചൊക്കെ തിന്നാൻ. കൊണ്ടോ എന്റെ അമ്മ, ഒരു ദിവസം ഓടാൻ പോയതേ ഉള്ളൂ. ഭയങ്കര ഫ്ലെക്സിബിളാണ്. ലാലേട്ടന് ശേഷം പിന്നെ ഞാനേ ചെയ്തിട്ടുള്ളൂ. ലാലേട്ടനും മമ്മൂക്കൊക്കെ കാണിക്കാം. നീ ഇവിടെ മൂടിടിച്ച് വീണ് കഴിഞ്ഞാലേ ലാലേട്ടൻ കാണൂല, ഈ രവിയേട്ടനെ കാണുള്ളൂ. ഓ പിന്നെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ബോക്സിംഗിൽ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാലോ. അങ്ങനെയാണെങ്കിൽ ഈ തടിയൊക്കെ കുറച്ചിട്ട് ഞാൻ നിന്റെ കൂടെ റിങ്ങിൽ ഇറങ്ങുന്നുണ്ട്. പിങ്കി, come on, let's move on to the next plan. Okay mom. Bye guys. മക്കളെ, ഇത് നമുക്ക് പണിയാവും. മിക്കവാറും പണിയാവും. എന്താ ചിരി നിർത്താൻ പറ്റണില്ലേ? വണ്ണം കൂടുതലാണെന്നും പറഞ്ഞ് പരിഹാസം, അത് കുറയ്ക്കാൻ നോക്കുമ്പോ അതിനും പരിഹാസവും. നിങ്ങൾക്ക് ഇത് എന്തോന്ന് ടൈപ്പ്? മക്കളെ വാ പോത്തോട്ട്. പണി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പിന്നെ നാട്ടുകാരല്ലേ എനിക്ക് ചെലവിന് തരണേ. അച്ഛൻ ഒരു അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിലേ ഭയങ്കര ഓൾഡ് ഫാഷൻ ആണ് കേട്ടോ. വാ നമുക്ക് ചെയ്യാം. അച്ഛാ, ഞാൻ ഒരു സത്യം പറയട്ടാ, ഇപ്പൊ ഇവരെ കണ്ടാ എങ്ങനെ ഇരിക്കണെന്നറിയോ? വരിക്കച്ചക്കയും കൂഴച്ചക്കയും നിന്ന് ഡാൻസ് കളിക്കും പോലെ ഉണ്ട്. സംശയം ഉണ്ട്. വരിക്ക അമ്മ, കൂഴ പിങ്കി. നീ ചെയ്. എന്തോന്ന് ഇങ്ങനെ അല്ലേ? അമ്മ, എണീരമ്മ. റിങ്കി, അച്ഛാ.
എന്ത് എന്ത് അയ്യോ മണി മണി എന്ത് പറ്റി ബാക്ക് ഇടിച്ച് വീണ്. മണി എഴുന്നേക്ക് മണി എഴുന്നേക്ക്. സുമ്മാണെങ്കിലേ നിനക്ക് കൊഞ്ചിനെ കൊല്ലിക്കാനുള്ള സുമ്മാ ഡാൻസ് എഴുന്നേക്ക്. പറ്റണില്ല. ഓ ഇനി തൈലോട്ട് തിരുമേണ്ടി വരുമല്ലോ. തൈലം പാടി ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഒക്കെ വെട്ടിയിട്ടോല്ലേ വീണ അപ്പൊ അപ്പടി മണി പൊങ്ങ്. അയ്യോ, എന്താണ് ഉളുക്കി? എന്റെ അമ്മ നടുകുടുങ്ങി. പുലിനട കുടുംബത്തിലെ പാരമ്പര്യം മൊത്തം ഇതിന്റെ അകത്തുണ്ട്.